ബേക്കിംഗ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാൻ പോണത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്പഞ്ച് ആട്ടോ, ചോക്ലേറ്റ് സ്പഞ്ച് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg അളവിലുള്ള ടിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് 7 ഇഞ്ച് ആണ് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെ ബട്ടർ പേപ്പർ ഇടാന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെപ്പോഴും ബേക്കിംഗ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മളെ ബേക്കിംഗ് ടിന്ന് റെഡി ആക്കുക കേട്ടോ. ഇതാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്, എന്നിട്ടാണ് മറ്റേത് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഞാനിതാ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് കേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെയാണ്. അത് കുറച്ച് കയ്യിലാക്കുക, ഓയിൽ ബ്രഷ് ഒന്നും യൂസ് ചെയ്യണ്ട. കയ്യിലാക്കിയിട്ട് സൈഡിലും അടിയിലും ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. സൈഡിലും അടിയിലും ആക്കി കൊടുക്കുക. ഓയിൽ കൂടുമ്പോഴാണ് നമ്മളെ കേക്ക് ബേക്കായി വരുമ്പോൾ ഹാർഡാവുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ ഇറക്കി വെക്കുക. ബട്ടർ പേപ്പർ ഒക്കെ ടിന്ന് വെച്ചിട്ട് റൗണ്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതേപോലെ നീളത്തില് കട്ട് ചെയ്തതാണ്. ഇത് സൈഡിൽ വെച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചുകൊടുക്കുക. അപ്പൊ നമ്മള് ടിന്ന് കണ്ടില്ലേ, ടിന്ന് എങ്ങനെയാണ് റെഡിയാക്കാന്ന് ഇങ്ങനെയാട്ടോ. ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളില് ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആട്ടോ. അപ്പൊ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് 1 കപ്പ് പഞ്ചസാര, പിന്നെ 1/4 കപ്പ് മൈദ കേട്ടോ. 1/4 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് മൈദ, 1 കപ്പിന്റെ 1/4 ഭാഗം കേട്ടോ, കുറച്ച് മാത്രം. പിന്നെ വന്നിട്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ, ഡാർക്ക് കളർ കൊക്കോ പൗഡർ, 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 3 മുട്ട, ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം യൂസ് ചെയ്യുക, വലുതായതുകൊണ്ട് 3 മുട്ട യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/8 ടീസ്പൂണ് ഉപ്പ്. 1/8 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചുള്ള 1/4 ടീസ്പൂണിന്റെ പകുതി, കണ്ടില്ലേ, അതിന്റെ പകുതി കേട്ടോ. ഉപ്പും പാടേനെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. പിന്നെ വന്നിട്ടുള്ളത് പാലോ വെള്ളോ, നോർമൽ വാട്ടർ യൂസ് ചെയ്യുക, അതേപോലെ പാല് യൂസ് ചെയ്യുക കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു വെക്കുക കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു വെക്കാണ്. എടുത്ത് വെച്ചിട്ടുള്ള മൈദ, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 3 ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് 3 വട്ടം തരിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ 3 വട്ടം നല്ല എന്ത് ചെയ്യാ, സ്ലീവ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 3 വട്ടം തരിച്ചിട്ടുണ്ട്. തരിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡറൊക്കെ എല്ലാതും ഇതിൽ മിക്സ് ആകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് മസ്റ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള സ്റ്റൗ ടോപ്പ് റെഡിയാക്കുക കേട്ടോ. ബേക്കിംഗ് പാത്രം, ബേക്ക് ചെയ്യാനുള്ള പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിലാട്ടോ. ഇതേപോലുള്ള ഒരു കുക്കർ കണ്ടില്ലേ, അടി കട്ടിയുള്ള ഒരു കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നോക്കാം. ഏറ്റവും ചെറിയ തീയില് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. ഞാനിപ്പോ പൊടികൾ തയ്ച്ചതിന്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ലോല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് പ്രീഹീറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചു. അതിന്റെ ഉള്ളിൽ ഇതുപോലുള്ള റിങ് ഇറക്കി വെക്കുക. പിന്നെ ഒരു പെരന്നിട്ടുള്ള ഒരു സ്റ്റാൻഡ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ്, നമ്മൾ അലുമിനിയത്തിന്റെ പ്ലേറ്റ് വെക്കുക. നമ്മൾ ബാറ്റർ വെക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാതെ നിൽക്കാനാണ്. അതിന്റെ കൂടെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അടപ്പ് വെക്കുമ്പോൾ സൈഡിൽ കൂടെ എയർ പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ.